ടി.ജി. മോഹൻദാസ് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ. അപ്പോൾ ടി.ജി. മോഹൻദാസ് ഇത്രയും നാളും അവിടെ ഉണ്ടായിരുന്നില്ലേ, ഒളിവിലായിരുന്നോ എന്ന് വഞ്ചിയൂർ കോടതി. വഞ്ചിയൂർ കോടതിയിൽ നിർണായകമായ നിരീക്ഷണം കോടതി നടത്തിയിരിക്കുകയാണ്. ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. മോഹൻദാസിനെ കുടുക്കാൻ കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ വഞ്ചിയൂർ കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തലസ്ഥാനത്ത് നിന്നും വീണയാണ് ചേരുന്നത്. വീണ, അങ്ങനെ പാറ്റ സമരത്തിനെതിരെ നടത്തിയ ഒരു പരാമർശം, അദ്ദേഹം വൈകാരികമായി നടത്തിയ ഒരു പ്രസ്താവന, അതിന്റെ പേരിൽ ചെന്നിത്തല പോലീസ് നടത്തിയ വേട്ടയാടൽ, ഒടുവിൽ അദ്ദേഹത്തെ കുടുക്കാൻ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നു. ഒരു SDPI അനുഭാവിയുടെ പരാതിയിൽ ചെന്നിത്തല പോലീസ് എടുത്ത ആ കേസിൽ ഇപ്പോൾ നിർണായക നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിക്കൊണ്ട് വഞ്ചിയൂർ കോടതി നടത്തിയിരിക്കുന്നത്? വീണ, നിർണായകമായിട്ടുള്ള നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ SDPI പ്രീണന രാഷ്ട്രീയത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യം. ഇത് സർക്കാരിനേറ്റ കനത്ത മറുപടി കൂടിയാണ്. എടുത്തു ചാടിയെടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനത്തിന് അത് കോടതി നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. കാരണം സർക്കാർ ഉയർത്തിയ, പ്രത്യേകിച്ച് പോലീസ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ലെന്ന്, അത് പൊള്ളയാണെന്നുള്ള വാദങ്ങളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യങ്ങളിൽ തന്നെയാണ് ടി.ജിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം വിനീഷ് കൂടി ചേരുകയാണ്. ഈ സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയം, SDPIക്ക് കുടപിടിക്കുന്ന സമീപനം, അതിന് കിട്ടിയ കനത്ത പ്രഹരമാണ് ഈ ഒരു ജാമ്യം. തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി.ജി. മോഹൻദാസിന്റെ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രീണന രാഷ്ട്രീയം, പ്രത്യേകിച്ച് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പ്രീണന രാഷ്ട്രീയം, പോലീസിലെ ഇരട്ടത്താപ്പ്, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ജാമ്യത്തിലൂടെ പ്രത്യേകിച്ച് പോലീസിനും സർക്കാരിനുമേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ടി.ജിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജാമ്യം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഒരിക്കലും കൂടുതലായി മുന്നോട്ട് പോകാത്ത ഒരു കേസ്, ആ കേസിൽ ടി.ജിയെ പൂർണ്ണമായും ടി.ജിയെ ഒന്ന് വലയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസ് നടത്തിയ ഒരു ഇടപെടൽ തന്നെയായിരിക്കും ഈ ഒരു വിഷയം. ആ ഒരു ഇടപെടലിന് കോടതിയിൽ തിരിച്ചടി സംസ്ഥാന സർക്കാരിനും പോലീസിനും ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് SDPIയോടുള്ള ഒരു പ്രീണനം, ആ പ്രീണനത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. SDPIയുടെ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ടി.ജിക്കെതിരെ പോലീസ് കേസെടുത്തത്. പോലീസ് അതേസമയം തന്നെ ടി.ജിക്കെതിരെ മറ്റു 15 കേസുകളുണ്ടെന്ന ഒരു വാദം കോടതിയിൽ ഉയർത്തി. അപ്പോൾ കോടതി ആവശ്യപ്പെട്ടത് മറ്റു 15 കേസുകൾ എവിടെയാണ്, പരാതിക്കാർ എവിടെയാണ് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിൽ പരാതി ഉണ്ട് എന്ന് മാത്രം പ്രോസിക്യൂഷൻ പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിനും സംസ്ഥാന പോലീസിനും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ രീതിയിൽ വിലപോകാട്ട BNS ആക്ടുകൾ പോലും പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ദുർബലമായ ആക്ടുകളായിരുന്നു ടി.ജിക്കെതിരെ ഉണ്ടായിരുന്നത് എന്നതാണ്. BNS ആക്ടുകൾ പരിശോധിക്കുമ്പോൾ പോലും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ സംസ്ഥാന പോലീസിനും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് SDPIയോടുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെയാണ്, അതിന് കുടപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു അറസ്റ്റും കഴിഞ്ഞ ഒരു ദിവസം നീണ്ടുനിന്ന വലിയൊരു രാഷ്ട്രീയ നാടകവും ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ വീണ മറ്റൊരു കാര്യം, ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഉന്നയിച്ച ഒരു ആക്ഷേപമുണ്ട്. ആ ആക്ഷേപം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ, സർക്കാരിൻ്റെ പരാജയം, ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടം സജീവമാകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ അർജുൻ ആയങ്കിയുടെ ഒക്കെയുള്ള വിഷയങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായി തിരിച്ചടി, അത് സർക്കാരിൻ്റെ ഒരു പുതുമയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലല്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നീക്കം ടി.ജിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതാണ് BJP പ്രധാനമായി ആക്ഷേപം ഉന്നയിച്ചത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. തീർച്ചയായും വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന ഒട്ടനവധി വീഴ്ചകൾ അത് തുടരെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ അക്കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ സർക്കാരിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. വിനീഷ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിൽ പോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം, അർജുൻ ആയങ്കി അടക്കം പിടികൂടാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ, അതിലടക്കം ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുന്നതിന് പൊതുമധ്യത്തിൽ സർക്കാരിൻ്റെ വീഴ്ചകൾക്കൊരു പുകമറ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കം തന്നെയാണ്
നീക്കമാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു നീക്കം വിഫലമായി എന്നുള്ളതാണ്. കോടതിക്ക് മുന്നിൽ, നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ ആഭ്യന്തര വകുപ്പിന്റെയും പൊള്ളത്തരങ്ങളായിട്ടുള്ള വാദങ്ങൾ നിലനിന്നില്ല. ആ നീതി നടപ്പായി എന്നുള്ളത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വാദമുഖങ്ങളിൽ അത് കോടതി നടപടി നടക്കുമ്പോൾ തന്നെ കോടതി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, എന്തെങ്കിലും പരാതി പറയാനുണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവം നേരിട്ടുണ്ടോ എന്നുള്ള. കോടതിയിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു, തനിക്ക് അത്തരത്തിൽ പരാതിയില്ല, തന്നെ പോലീസ് ഉപദ്രവിച്ചിട്ടില്ല. ഒപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം, അതായത് ഇപ്പോൾ നേരത്തോട് നേരം പിന്നിടുന്നു, ഒരു ദിവസം പൂർത്തിയാകുന്നു ഈ സൈബർ പോലീസ് വീട്ടിലേക്ക് എത്തി പിടികൂടി ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ആ സമയം മുതൽ ഈ സമയം വരെ പോലീസിന്റെ എല്ലാ നടപടികളോടും പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു നിലപാടാണ് ടിജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം, അല്ലെങ്കിൽ പോലീസ് നടത്തുന്ന നടപടികളിലൊക്കെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞ ആ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ളൊരു നിലപാട്. അതേ പ്രഥമ ദൃഷ്ടിയ അദ്ദേഹം വലിയ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സർക്കാർ കെട്ടിച്ചമച്ച, സർക്കാർ എടുത്ത ഒരു കേസാണെന്ന് കോടതിയിൽ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. ആദ്യ മണിക്കൂറുകൾ തന്നെ ഇദ്ദേഹത്തെ പിടികൂടി അതിനുശേഷം തന്നെ തുടർ നടപടികൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ച കാര്യമായിരുന്നു ടിജിക്ക് ജാമ്യം ലഭിക്കുമെന്നുള്ളത്. കാരണം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ചില വികലമായ രാഷ്ട്രീയങ്ങൾക്ക്, അത് തന്നെയാണ് വീണ. എന്തായാലും സമാനതകളില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങൾക്കായിരുന്നു ഇന്നലെ മുതൽ മട്ടാഞ്ചേരിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന ആ സാഹചര്യം മുതൽ ഇന്ന് ഈ നേരം വരെയും കേരളം സാക്ഷിയായത് അത്തരം നാടകങ്ങൾക്കായിരുന്നു.